ഈ അരുണാചൽ പ്രദേശ് ഞങ്ങളുടേതാണേ എന്ന് ഈ ചൈന കുറേ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് എന്താണ് സൂക്കേട് എന്ന് ശരിക്കും മനസ്സിലാവുന്നില്ല. കഴിഞ്ഞ ദിവസം ഈ അരുണാചൽ പ്രദേശിലെ 30 സ്ഥലങ്ങൾക്ക് പുതിയ പേര് നൽകിയിരിക്കുകയാണ് ചൈന. അതൊക്കെ ചെയ്യാം. ഇപ്പോൾ ഗൗതമൻ്റെ വീടിന് ഞാൻ വേറൊരു പേരിട്ടിട്ട് ആ വീട് എൻ്റെയാണ് എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ നടക്കാമെന്നുള്ള റോഡിൽ കൂടെ നടക്കാം എനിക്ക്. അതുപോലെ ചൈനയ്ക്ക് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാം. ബേസിക്കലി ഈ ഷീ ജിൻപിങ് അവിടെ ഒരു ഭീഷണിയിലാണ് പാർട്ടിക്കുള്ളിൽ. ഏത് നിമിഷവും ഒരു അട്ടിമറിക്കുള്ള സാധ്യത ചൈനയിൽ കാണുന്നു. ഇപ്പോൾ ചൈനയ്ക്ക് ഇതുപോലത്തേക്കുള്ള നമ്പറുകൾ ആവശ്യമാണ്. സാധാരണ രാഷ്ട്രത്തലവന്മാർ അവർക്ക് അധികാരം നഷ്ടപ്പെടുന്നു വന്നു കഴിയുമ്പോൾ അയൽവക്കത്തുകാരെ ആക്രമിക്കുക, മെക്കിട്ട് കയറി പ്രശ്നം ഉണ്ടാക്കുക, അപ്പോൾ ആഭ്യന്തര പ്രശ്നമൊന്ന് തണുക്കും. ഇങ്ങനെയൊക്കെയുള്ള എൻ്റെ സംശയം ഷീ ജിൻപിങ്ങിൻ്റെ അട്ടിമറിയെ തടയാനായിട്ട് അങ്ങനെ ഇറക്കിവിടുന്ന ഓരോ നമ്പറുകളാണ് ഇതെല്ലാം. അതുകൊണ്ടാണ് ഇന്ത്യ കാര്യമായിട്ട് പ്രതികരിക്കാത്തത്. പ്രതികരിച്ചത് വലുതാക്കേണ്ട കാര്യമില്ല. കഴിഞ്ഞ മാർച്ച് 9-നാണ് പ്രധാനമന്ത്രി അവിടെ പോയി അരുണാചൽ പ്രദേശ് നമ്മുടെ എയർപോർട്ട്, നമ്മുടെ ഡാം, നമ്മുടെ റോഡ് എല്ലാം അവിടെ പോയി ആസ് യൂഷ്വൽ പുള്ളി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പ്രസംഗിച്ചു, തിരിച്ചു വന്നു. അപ്പോൾ അന്നും ചൈന പറഞ്ഞു അദ്ദേഹം വന്ന് ഞങ്ങളുടെ ടെറിട്ടറിയിലാണ്. കൂടാ നിൻ്റെ ടെറിട്ടറി നമ്മുടെ കയ്യിലിരിക്കുകയില്ലേ ഈ സാധനം, അരുണാചൽ പ്രദേശ് വർഷം എത്രയായിട്ട്. അപ്പോൾ പിന്നെ ചൈന ഇപ്പോൾ പേരിടുക, കച്ചറ ഉണ്ടാക്കുക ഒക്കെ അവരുടെ എന്തോ ആഭ്യന്തര പ്രശ്നം കൊണ്ടാണ്. മിക്കവാറും ഷീ ജിൻപിങ്ങിൻ്റെ ജോലി തെറിക്കുന്ന ഒരു ചൈനയിലെ അട്ടിമറി എന്ന് പറഞ്ഞാൽ ഭീകരമായിരിക്കും, രക്തരൂക്ഷിതമായ ഒരു അട്ടിമറിയായിരിക്കും അത്. അപ്പോൾ അത് രക്തരൂക്ഷിതമല്ലാതെ ആക്കാനെങ്കിലും ഇപ്പോൾ ഷീ ജിൻപിങ് ഒറ്റയ്ക്കും മറ്റെല്ലാവരും ഒരുമിച്ചായി കഴിഞ്ഞാൽ പിന്നെ ചൈനയിൽ അവർ ഇറക്കി വിടുന്നുകൊണ്ടില്ല. അവരുടെ അതിന് പറയുന്നത് പ്രസിഡിയം, പീപ്പിൾ റിപ്പബ്ലിക്സ് ഓഫ് ചൈനയുടെ ഹയസ്റ്റ് ഇത് കൂടുന്നത് എല്ലാം ചുമന്നിരിക്കും. മേശയും കസേരയും ഒക്കെ ചുമന്നിരിക്കും. ചുമന്ന ടൈ ആയിരിക്കും എല്ലാവർക്കും, കോട്ടും സൂട്ടും ഒക്കെ ആയിട്ട്. 2 അംഗരക്ഷകന്മാർ വന്നിട്ട് ഇയാളുടെ ചെവിയിൽ പറയും എണീക്കുക നമുക്ക് പോകാമെന്ന് പറയും. നിസ്സഹായനായിട്ട് ഈ മനുഷ്യൻ അവരുടെ കൂടെ പോകും. അന്ന് രാത്രി അദ്ദേഹം മരിക്കും. പിന്നെ അയാളെപ്പറ്റി കേൾക്കില്ല. ഇതാണ് ചൈനയുടെ ഒരു സെറ്റപ്പ്. അപ്പോൾ രക്തരൂക്ഷിതമല്ലാതെ ആക്കാനായിട്ട് ഈ കംപ്ലീറ്റ് അന്തരീക്ഷം ഇദ്ദേഹത്തിന് എതിരായിട്ട് മാറ്റി ഓരോ പാർട്ടി മെമ്പറും ആ ടോപ്പിലുള്ളവർ അവർക്ക് അനുകൂലമായിട്ട് വരണം, അടുത്ത നേതാവ് ആരാണെന്നൊരു ധാരണയൊക്കെ വരണം. എന്നാൽ വലിയ രക്തച്ചൊരിച്ചിലില്ലാതെ ഇങ്ങനെ എണീപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുപോകാം. അതല്ല ഇങ്ങനെ റിവോൾട്ട് ചെയ്ത് ഇങ്ങനെ ഭാഗത്ത് ആളുണ്ടെങ്കിൽ അതിഭീകരമായ രക്തരൂക്ഷിതമായ കലാപം ചൈനയെ കാത്തിരിക്കുന്നു. പക്ഷേ അതാണ് സോവിയറ്റ് യൂണിയനിൽ അന്ന് നടന്നത്. അതാണ് ഈ ഗോർബച്ചേവിന് അധികാരം കിട്ടുന്നതിന് മുമ്പ് ഗെന്നഡി, യാനയേവായ എന്തെല്ലാം ബഹളമായിരുന്നു അവിടെ നടന്നത്. അപ്പോൾ അതുപോലത്തെ ഒരു ബഹളം ചൈനയിൽ നടന്നുകൂടായികയില്ല. കാരണം ചൈന ഒരു ഏകാധിപത്യ രാജ്യമാണ്. ഇവിടുത്തെ കുറേ കമ്മ്യൂണിസ്റ്റുകാരല്ലാതെ ബാക്കി നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം ഒന്നാം തരം ഏകാധിപത്യമാണ് ചൈനയിൽ നടക്കുന്നത്, ഉത്തര കൊറിയയിൽ നടക്കുന്നതൊക്കെ. അപ്പോൾ ഇത് മറച്ചു വയ്ക്കാനായിട്ട് തൽക്കാലം അവർക്ക് ചെയ്യാനുള്ളത് അവരുടെ അയൽ രാജ്യം ഇന്ത്യയാണ്. പാകിസ്ഥാനെ ഒന്നും രണ്ടും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പാകിസ്ഥാൻ അവർക്ക് കീഴടങ്ങി ജീവിക്കുന്നൊരു രാജ്യമാണ്. പിന്നെ വന്നും പോയും ആരാ ഉള്ളത്? അപ്പുറത്ത് കടലാണ്. പിന്നെ ചെയ്യാവുന്നത് ഈ തൈവാൻ ഇതൊക്കെ വഴക്ക്, അതൊന്നും വലിയ ക്ലിക്കാവില്ല. ആകെ ഒരു വാർത്തയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ അവർക്ക് ഇന്ത്യയെ ആക്രമിക്കുകയും മാർഗമുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രൊപ്പഗാൻഡ വാറാണ് ഇപ്പോൾ ഈ നടക്കുന്നത്. അവർ 2017, 2021, 2023 ഇതേപോലെ പല സ്ഥലങ്ങളുടെയും പേര് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ 30 സ്ഥലങ്ങളുടെ പേരാണ് ഇപ്പം മാറ്റിയിരിക്കുന്നത്. അത് ചൈനീസ് പത്രമായ ഗ്ലോബൽ ടൈംസിലാണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഇന്ത്യ വലിയ രീതിയിലുള്ള ഒരു പ്രതികരണം ഈ കാര്യത്തിൽ നടത്തേണ്ട ഒരു ആവശ്യമില്ലേ? നോക്കൂ, വാട്ട് ഡു യു ഡു? ഇപ്പോൾ ഇന്ത്യയുടെ മാപ്പ് ഒരുപാട് രാജ്യങ്ങൾ തെറ്റായിട്ടാണ് അച്ചടിക്കുന്നത്. അതിലൊരു ഡിസ്പ്യൂട്ടുണ്ട് നമുക്ക്. കാരണം നമ്മൾ ഈ 1962 യുദ്ധത്തിൽ നഷ്ടപ്പെട്ടു പോയ അക്സായി ചിൻ നമ്മൾ ഭൂപടം വരയ്ക്കുമ്പോൾ അക്സായി ചിൻ നമ്മുടെ ആയിട്ടാണ് വരയ്ക്കുന്നത്. ബട്ട് പ്രാക്ടിക്കലി അത് ചൈനയുടെ കയ്യിലിരിക്കുകയാണ്. നമ്മളുടെ ഭൂപടത്തിൽ കാണുന്ന ആ കാശ്മീരിൻ്റെ ഏറ്റവും മുകളിൽ 2 ആനയുടെ മസ്തകം പോലെ ഇങ്ങനെ കാണുന്നില്ലേ? ഒരു സ്ഥലത്ത് വലിയൊരു, ഇപ്പുറത്ത് ചെറിയൊരു. ഈ 2 മുഴകളും നമ്മുടെ കയ്യിലല്ല. ഒരു വശത്തുള്ളത് അക്സായി ചിൻ, അത് ചൈനയുടെ കയ്യിലാണ്. മറ്റത് പാകിസ്ഥാൻ്റെ കയ്യിലാണ്.
ബട്ട് നമ്മളത് അംഗീകരിക്കുന്നില്ല. നമ്മൾ ഇന്ത്യ വരയ്ക്കുമ്പോൾ ഇങ്ങനെ തന്നെ വരയ്ക്കും. ബട്ട് ഇൻ്റർനെറ്റിൽ ഒക്കെ കയറി നോക്കുക, ഇന്ത്യയുടെ പല ഭൂപടം കാണാം നിങ്ങൾക്ക്. ഈ സ്ഥലം നമ്മുടെയാണ് എന്ന് അംഗീകരിക്കുന്ന രാജ്യങ്ങളുണ്ട്. അവരിന്ത്യയുടെ ഭൂപടം വരയ്ക്കുമ്പോൾ ഇതിങ്ങനെ തന്നെ വരയ്ക്കും, ഈ മസ്തകം കാണിച്ച് വരയ്ക്കും. ഇതിപ്പോൾ അവരുടെ കയ്യിലാണ്, പാകിസ്ഥാൻ്റെയും ചൈനയുടെയും കയ്യിലാണ്, പിന്നെ ഇന്ത്യയുടെ ആണെന്ന് പറഞ്ഞ് വരയ്ക്കുന്നത് എന്തിനാ എന്ന് പറഞ്ഞിട്ട് ചിലർ ഇതില്ലാതെയും വരയ്ക്കും. പലപ്പോഴും നമ്മളുടെ പത്രങ്ങൾക്ക്, ചാനലുകൾക്കൊക്കെ ഈ അബദ്ധം പറ്റാറുണ്ട്. ഒരു ഇന്ത്യയുടെ ഭൂപടം, അതിൻ്റെ ഒരു വിഷ്വൽ ഇങ്ങനെ മുകളിൽ നിന്ന് താഴത്തേക്കോ താഴെ നിന്ന് മുകളിലേക്കോ ഇങ്ങനെ പോകണം. ഒരു ഭൂപടം എടുക്കുക, ഇവന് ഇൻ്റർനെറ്റിൽ നിന്ന് പറഞ്ഞാൽ എടുക്കും. ഇതിന് ഈ പറഞ്ഞ അക്സായി ചിഹ്നവും ഉണ്ടാവില്ല, അപ്പുറത്തെ പോർഷനും ഉണ്ടാവില്ല. അതാണ് ഉടനെ ബഹളം തുടങ്ങും. ഇന്ത്യയുടെ ഭൂപടം തെറ്റായിട്ട് കാണിച്ചു എന്നൊക്കെ പറഞ്ഞു. അവിടെ ഇരിക്കുന്ന പയ്യന് ഇത് അറിഞ്ഞുകൂടായിട്ടാണ്. അവൻ ധൃതി പിടിച്ച് അവനോട് പറയുന്നു, അവനുടനെ എടുക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ സത്യങ്ങൾ നിലനിൽക്കുന്നു. നമ്മളുടെ ഭൂപടം നമ്മൾ വരയ്ക്കുന്ന പോലെ നമ്മളുടെ കയ്യിലുള്ള സ്ഥലങ്ങളുടെ അല്ല, നമ്മളുടെ നിന്ന് നഷ്ടപ്പെട്ടു പോയ സ്ഥലങ്ങൾ കൂടെ ചേർത്താണ് നമ്മൾ ഭൂപടം വരയ്ക്കുന്നത്. ഇതുപോലെ ചൈനയുടേതാണ് അരുണാചൽ പ്രദേശ് എന്ന് അവർ ക്ലെയിം ചെയ്യുന്നു. അവരതിന് പേരൊക്കെ കൊടുക്കുന്നു. പ്രാക്ടിക്കലി അത് നമ്മുടെ ഇരിക്കുക, ചൈനയ്ക്കെതിരെ യാതൊരു ക്ലെയിമുമില്ല. ബട്ട് ഒരു ക്ലെയിം അങ്ങ് റേസ് ചെയ്യുക ഫോർ ഇൻറ്റേർണൽ പർപ്പസ്, എന്നിട്ട് അതിൻ്റെ സ്ഥലം മാറ്റുക. അപ്പോൾ വാട്ട് ക്യാൻ വി ഡു? വി കനോട്ട് ഡു എനിത്തിങ്. ചൈനയ്ക്ക് ഇന്ത്യയുടെ ഒരു ഭൂപടം ഉണ്ടാക്കി ഇട്ടിട്ട് ഈ പറഞ്ഞ സ്ഥലങ്ങൾക്കൊക്കെ അവർ നിശ്ചയിച്ച് പേര് കൊടുത്ത് അവർ ഇൻ്റർനെറ്റിൽ അപ്ലോഡ് ചെയ്താൽ അതും കയറിപ്പോവും. ചൈന ആകെ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ കുറേ ഭാഗമൊക്കെ മുറിച്ചിട്ട് ഇത് റഷ്യയുടെയാണ് മറ്റേത് ഇന്ത്യയുടെയാണെന്നൊക്കെ പറഞ്ഞൊരു കഷ്ണമൊക്കെ വരച്ച് ഗൗതം അപ്ലോഡ് ചെയ്താൽ അതും കയറിപ്പോവും. എന്ത് ചെയ്യും ചൈനക്കാരൻ? എവിടെയോ ഇരിക്കുന്നൊരു ഗൗതം ചൈനയുടെ ഭൂപടം ഇതാണെന്ന് പറയും. ലക്ഷക്കണക്കിന് ആൾക്കാർ ചിലപ്പോൾ അത് വിശ്വസിക്കും. അവരതിൻ്റെ പ്രിൻ്റ് എടുക്കും, ഇതാണ് ചൈന എന്ന് വിചാരിക്കും. ഇത് ആരുണ്ടാക്കിയെന്ന് അവർ നോക്കില്ല. ഗ്ലോബൽ ഇൻഫർമേഷൻ ഏജൻസി എന്നൊക്കെ പറഞ്ഞായിരിക്കും ഗൗതം ഇത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ കൊള്ളാമല്ലോ, ഗ്ലോബൽ എന്ന് ഈ ചെയ്യുന്ന ഗൗതമാണ് കേരളത്തിലൊരു മൂലയ്ക്കിരുന്ന ഗ്ലോബൽ ഏജൻസി എന്നൊക്കെ പറയുന്നത്. ഇറ്റ് ഈസ് പോസിബിൾ ഇൻ ഇൻ്റർനെറ്റ്. സോ യു ക്യാൻ ചേഞ്ച്. ഇപ്പോൾ അമേരിക്കയുടെ പേര് മാറ്റിയിട്ട് ഇതാണ് ആലപ്പുഴയാണെന്ന് എഴുതി വെച്ചാൽ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല, അതവിടെ കിടക്കും. ഇതുപോലെ ഇപ്പോൾ ചൈനയുടെ ക്ലെയിം അതവിടെ കിടക്കും, അത്രയേ ഉള്ളൂ. ഈ ഡിസ്പ്യൂട്ട് ഇപ്പം കുറേ കാലമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ബോർഡർ യഥാർത്ഥത്തിൽ നമുക്ക് കൃത്യമായിട്ട് തിട്ടപ്പെടുത്താൻ പറ്റാത്തതിൻ്റെ മുൻകാലങ്ങളിൽ അതിൻ്റെ ഒരു കാരണമൊക്കെ ആയിരിക്കില്ല ഇത് ഇങ്ങനെ വരുന്നത്? അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദ ടെറെയിൻ. ഹിമാലയത്തിലാണ് ഇതെല്ലാം നടക്കുന്നത്. ഹിമാലയത്തിൻ്റെ മുകളിൽ, ഹിമാലയത്തിൻ്റെ തെക്ക് വശത്ത്, ഹിമാലയത്തിൻ്റെ വടക്ക് വശത്ത്. എങ്ങനെ ബോർഡർ നിങ്ങൾ എങ്ങനെ വേലി കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്? -25 ഡിഗ്രി, -30 ഡിഗ്രിയൊക്കെ പോകുന്നത് നിങ്ങളൊരു വേലി കിട്ടിക്കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കകം അത് അപ്രത്യക്ഷമായി പോകും. അല്ലെങ്കിൽ ആർക്കും കെട്ടാൻ അത് ചെയ്തത് ചൈനക്കാരാണ്. പിന്നെ അവരുടെ ഈ വൻമതിൽ എന്ന് പറയുന്നുണ്ടല്ല, നമ്മളുടെ ഇവിടെ മുഗളന്മാർ ആക്രമിച്ചപ്പോൾ ഇതേ മുഗളന്മാർ ചൈനയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചൈനക്കാരെ കെട്ടിയതാണ് വൻമതിൽ. ആരും ഈ ചോദ്യം ചോദിക്കാറില്ല. ചൈനയിലെ വൻമതിൽ, വാട്ട് എ ഗ്രേറ്റ് കൺസ്ട്രക്ഷൻ എന്നൊക്കെ നമ്മുടെ ചിന്താ ജെറോമൊക്കെ പറയും. ചന്ദ്രനിൽ നിന്നും ഭൂമിയിൽ കാണുന്ന ഏക സാധനം, വെറുതെ പറയുന്നതാണ് കേട്ടോ, ഏക സാധനം വൻമതിലാണെന്നൊക്കെ പറയും. എന്തിനാണ് ഈ വൻമതിൽ കെട്ടിയതെന്ന് ആരും ചോദിക്കാറില്ല. വൻമതിൽ കെട്ടിയത് നമ്മളുടെ പടിഞ്ഞാറ് നിന്ന് വന്ന ഈ മുഗൾ ആക്രമണകാരികൾ, മുഗൾ എന്നും പറയാൻ പാടില്ല, അടിമ വംശം, ഖിൽജി വംശം, അവൻ കണ്ടവൻ കടിയവനൊക്കെ കയറി വന്നു ചെങ്കിസ് ഖാൻ മുതൽ ഇങ്ങോട്ട്. അപ്പോൾ ഇവർ ഇന്ത്യയിൽ ഒരുപാട് സ്ഥലം അവർ കൈക്കലാക്കി. ഇതേപോലെ അവർ ചൈനയിലേക്ക് വരും. അവർ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വൻമതിൽ കെട്ടിയത്. പക്ഷേ അതന്ന് കെട്ടി ശരി. പക്ഷേ ഇന്നിപ്പോൾ ഇത് പ്രായോഗികമല്ല. കംപ്ലീറ്റ് നിങ്ങളുടെ ബോർഡർ കമ്പിവേലിയിട്ട് തിരിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. മിയർലി അതിൻ്റെ ഭൂപ്രകൃതി അങ്ങനെ ആയതുകൊണ്ട്. അതല്ലെങ്കിൽ ചെയ്യാമായിരുന്നു. നമ്മളുടെ ബംഗ്ലാദേശ് അതിർത്തി കംപ്ലീറ്റ് നമുക്ക് തിരിക്കാൻ പറ്റിയിട്ടില്ല. ഇതിന് വേണ്ടി വരുന്ന മുതൽ മുടക്ക് എത്രയാണെന്നറിയാം? ഇത്ര കിലോമീറ്റർ നീളത്തിന് എത്ര ഭീമമായ നീളമാണെന്ന് ആലോചിച്ചു. 3000 കിലോമീറ്ററാണ്. രാജ്യസുരക്ഷയ്ക്ക് അത് ആവശ്യമില്ലേ? ആവശ്യമാണ്. പക്ഷെ ചില സ്ഥലത്തൊക്കെ നമുക്ക് ഈ മതിലോ വേലിക്കെട്ടോ ഇല്ലാതെ തന്നെ ഈ അതിർത്തി കാക്കാൻ എഗ്രിമെൻറ്റ്സ് ഉണ്ട്. ചിലപ്പോൾ അത് ലംഘിക്കപ്പെടും. മൈനർ ഒരു വെടിവെപ്പ് നടത്തും. നമ്മളും ചൈനയും തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. ആയുധം കൊണ്ട് ഫൈറ്റ് ചെയ്യില്ല. ആയുധം കൊണ്ട് ഫൈറ്റ് കൈകൊണ്ട് ചെയ്യാമല്ലോ. അതായിരുന്നു ഇന്ത്യയുടെ പോയിന്റ്. നമ്മളൊരു പ്രത്യേക റെജിമെൻ്റ് ഉണ്ടാക്കി. അതിൽ കൂടുതലും ബീഹാറുകളാണ്. കൈകൊണ്ട് കഴുത്തൊടിക്കുന്ന റെജിമെൻറ്റ്.
ആയുധം എടുക്കില്ല എന്ന് തീരുമാനിച്ചു. അപ്പം നമ്മൾ നമ്മുടെ പട്ടാളക്കാർക്കിട ആയുധം എടുക്കില്ല എന്നാണ് കരാറ്. ആയുധം തൊട്ടു പോകരുത്. തോക്കിങ്ങനെ പുറത്ത് കിടക്കുമ്പോൾ പോലും ചൈനക്കാർക്ക് പൊതുവെ പൊക്കം കുറവാണ്. അവരും ആയുധം എടുക്കില്ല. വിളിച്ച് കക്ഷത്തിൽ കഴുത്തൊടിച്ച് കളയും. സെക്കൻഡിനുള്ളിൽ കഴുത്തൊടിക്കാൻ സാമർഥ്യമുള്ള ആൾക്കാരെ നമ്മൾ തയ്യാറാക്കി നമ്മുടെ പട്ടാളത്തിൽ. ഒരു റെജിമെൻ്റ് അങ്ങനെ കഴുത്തൊടിക്കുന്ന ആൾക്കാർ. അപ്പോൾ ചൈന എന്ത് ചെയ്യും? അവർക്ക് ഈ സാമർഥ്യമില്ല. ഇവരാണെങ്കിൽ വലിയ കട്ടയന്മാരുമാണ്. ചൈനക്കാർക്ക് എങ്ങനെ പോയി കഴിഞ്ഞാലും 6 അടി പൊക്കവും തടിയൊക്കെ ഉള്ള ഒരാളിന് ചൈന മൊത്തം പരിശോധിച്ച് കഴിഞ്ഞാൽ കിട്ടില്ല. ഇവിടെ നമുക്ക് അങ്ങനെയില്ല. നമുക്ക് ഉള്ളനെയും കിട്ടും, നല്ല നീളമുള്ളനെയും കിട്ടും. എല്ലാ സൈസും ഇന്ത്യയിൽ അവൈലബിളാണ്. ആ സൈസ് നോക്കിയിട്ട് നമ്മൾ ഇത് ചെയ്തു. അപ്പോൾ കരാർ നമ്മൾ ലംഘിക്കുന്നില്ല, ആയുധം എടുക്കുന്നില്ല. പക്ഷേ കൈകൊണ്ട് തല്ലും. മാർക്കറ്റിലിട്ട് തല്ലുന്ന പോലെയാണ് നമ്മുടെ ആൾക്കാർ അവർ നമ്മളെയൊക്കെ തല്ലുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും കൈ ഓങ്ങുക, തട്ടിക്കളയും ഞാൻ എന്നൊക്കെ പറയുക. ഇങ്ങനെയൊക്കെയുള്ള ബഹളങ്ങൾ നടന്നുകൊണ്ടിരിക്കുക അതിർത്തിയിൽ എപ്പോഴും. ആയുധം എടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതുവരെ ആയുധം എടുക്കാതെ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അവർ ചിലപ്പോൾ 2 സ്റ്റെപ്പ് ഇങ്ങോട്ട് കയറുക, 3 സ്റ്റെപ്പ് ഒരു കല്ലൊക്കെ വയ്ക്കും ഇങ്ങനെ നാടൻ സ്റ്റൈലിൽ. ഇത് എൻ്റെ അതിർത്തിയാണ്, ഇതിനിപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ തട്ടിക്കളയും ഞാൻ. അവനങ്ങനെ നിന്ന് കുറച്ച് കഴിയുമ്പോൾ അവൻ ചുമ്മാ ഒന്ന് ഈ കല്ലിൻ്റെ ഇപ്പുറത്തേക്ക് വരും, കൊടുക്കും ഒരു അടിബഹളം. ആരെങ്കിലും മേജറൊക്കെ വന്നിട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് 2 പേരെ പിടിച്ചു മാറ്റുക. പ്രാക്ടിക്കലി ദിസ് ഈസ് ഹാപ്പനിങ്. ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഇതിലുണ്ട്, യൂട്യൂബിൽ ഇപ്പോൾ കിട്ടാനുണ്ട് ഈ സംഘർഷങ്ങളിലേക്ക്. ബട്ട് നെവർദലെസ് അരുണാചൽ പ്രദേശ് ഈസ് ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ഇന്ത്യ. ഇറ്റ് ഹാസ് ബീൻ ഡെമോൺസ്ട്രേറ്റഡ് ബൈ അവർ പ്രൈം മിനിസ്റ്റർ. നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. പിന്നെ ഈ ഗ്ലോബൽ എന്നൊക്കെ പറഞ്ഞ അവരുടെ ചില പ്രസിദ്ധീകരണങ്ങളൊക്കെ, അതിൽ ചില വാർത്തകളൊക്കെ ഒന്ന് അങ്ങനെ പോകും. അത് ചൈനയുടെ ഇത്തരം പേരുമാറ്റലുകൾ നമ്മൾ നിസ്സാരമായിട്ട് കണ്ടാൽ മതി. നിസ്സാരമായിട്ടല്ല, വി കീപ്പ് ആൻ ഐ ഓൺ ദം. അവർക്കും ഒരു പേടിയുണ്ട്. പഴയ ഇന്ത്യയല്ല ഇന്ത്യ. ചൈനയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ചൈനീസ് ആർമി, ഇന്ത്യൻ ബോർഡറിലുള്ള ചൈനീസ് ആർമിക്ക് സകല സപ്പോർട്ടും വരാനായിട്ട് 3 റെയിൽവേ ലൈനാണ് അവരുടെ. സമതലത്തിൽ നിന്ന് ഹിമാലയത്തിലേക്ക് കയറി വരുന്ന 3 പാരൽ റെയിൽവേ ലൈൻ. പണ്ട് നമുക്ക് അവിടെ കയറി അടിക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പം നമുക്ക് മിസൈൽ വെച്ച് ഈ 3 റെയിൽവേ ലൈനും തകർക്കാം. തകർത്താൽ ഇവരുടെ കംപ്ലീറ്റ് പച്ച വെള്ളം കിട്ടില്ല ഇതിങ്ങൾക്ക്. ദേ ഹാവ് ടു സറണ്ടർ. ഈ ഒരു അവസ്ഥ നമ്മളും കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ പൃഥ്വി, അഗ്നി, ബ്രഹ്മോസ് എന്നൊക്കെ പറഞ്ഞത് മിസൈലുകളുണ്ടല്ലോ, ദീർഘദൂര, ഹ്രസ്വദൂര ഒക്കെ മിസൈലുകൾ ഒക്കെ ഇതൊക്കെ കണ്ടിട്ട് തന്നെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇറ്റ് വിൽ ബി വെരി കോസ്റ്റ്ലി. നമ്മൾ ഈ 3 ഞരമ്പുകൾ കട്ട് ചെയ്താൽ പിന്നെ ചൈനയ്ക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. ആ ഞരമ്പുകൾ അവർ ശരിക്കും ഗാർഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു രീതിയിലും അതിന് കുറ്റം വരാതെ 3 റെയിൽവേ ലൈനുകളെ അവർ സംരക്ഷിക്കുന്നുണ്ട്. ബട്ട് ഇൻ സ്പൈറ്റ് ഓഫ് ദാറ്റ്, ഇന്ത്യ ഹാസ് വെയർവിത്തൽ ടു അറ്റാക്ക് ചൈന ഓൺ ദ വൈറ്റൽ പോയിൻ്റ്. ഈ 3 ഞരമ്പും അങ്ങോട്ട് കണ്ടിച്ചാൽ കഴുത്ത് കടിച്ച പോലെ ആയിപ്പോവും ചൈനയ്ക്ക്. ചൈനീസ് പട്ടാളം അനാഥമായി പോവും. ഒരു 48 മണിക്കൂർ കഷ്ടിച്ച് പിടിച്ച് നിൽക്കാൻ പറ്റും, ടെൻറ്റിലും ക്യാമ്പിലും ഒക്കെയുള്ള കഷ്ടിച്ച് ഭക്ഷണമൊക്കെ വെച്ചിട്ട്. അത് കഴിഞ്ഞാൽ തളരും. അപ്പോൾ ദിസ് ഈസ് ദ റിയാലിറ്റി. സോ അത് അവർക്കും അറിയാം, ചൈനയ്ക്കും അറിയാം. ഇന്ത്യ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, ഇന്ത്യ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഡേഞ്ചർ. പിന്നെ പെർമനൻറ്റ് ഡാമേജ് ആയിരിക്കും അത്. അതുകൊണ്ട് ചൈനയും ധൈര്യപ്പെടുകയൊന്നുമില്ല ഇന്ത്യയെ. അവിടെ ഇവിടെയും പ്രസ്താവന, ഇതൊക്കെ യുദ്ധം നടക്കും. എന്തായാലും തമിഴ്നാട്ടിലെ ഒരു ഹോട്ട് പൊളിറ്റിക്സ് ടോപ്പിക് എന്ന് പറയുന്നത് കച്ചദ്വീപ് ആരുടേതാണ്. കച്ചദ്വീപ് ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് തീരെഴുതി കൊടുത്തു എന്നൊക്കെയാണ്. എന്തായാലും കേന്ദ്രം ഭരിക്കുന്നത് BJP ആയതുകൊണ്ട് ഒരു കാലത്തും അരുണാചൽ പ്രദേശ് ചൈനയ്ക്ക് തീരെഴുതി കൊടുക്കില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. കൊടുക്കില്ല. കച്ചദ്വീപ് ഈസ് ഡിഫറെൻറ്റ്. ഇറ്റ് ഈസ് ഗോൺ. ഫോർമലി ഇറ്റ് ഈസ് ഗിവൺ. ഒരിക്കൽ നിങ്ങൾ കൊടുത്തിട്ട് പിന്നെ നിങ്ങൾക്ക് അത് തിരിച്ചെടുക്കാൻ പറ്റുമോ? അപ്പോൾ ദാറ്റ്സ് ഗോൺ. ഇന്ദിരാഗാന്ധി തിരിച്ചു പിടിക്കാൻ നമ്മൾ ആഗ്രഹിക്കേണ്ട. ദ ഫൈനൽ സീൽ വാസ് ബൈ നരസിംഹറാവു ആണ്. ഫൈനലി അത് കംപ്ലീറ്റ് അവരുടെ ആക്കി. ഇത് ദ്വീപൊക്കെ കൊടുത്തു കഴിഞ്ഞാലുള്ള കുഴപ്പം, അതിന് ചുറ്റുമുള്ള കടലും അവരുടെ ആയിട്ട് മാറും. ആ കടലിൽ മീൻ പിടിക്കാൻ പറ്റില്ല. 22 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ദ്വീപിൽ നിന്ന് 22 കിലോമീറ്റർ ദൂരെ നമ്മളുടെ മുക്കുവന്മാർക്ക് പോകാൻ പറ്റുള്ളൂ. ഈ കടലിലെ 22 കിലോമീറ്ററൊക്കെ ആരാ അളക്കുന്നത്? ഇവർ വള്ളം, ഇവരുടെ അങ്ങോട്ട് യമഹയൊക്കെ പിടിപ്പിച്ച വള്ളമല്ലേ, അവർ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. പിന്നെ അതൊരു ഡിപ്ലോമാറ്റിക് ഇഷ്യൂ. പിന്നെ അവിടെ വിളിച്ചിട്ട് ചേട്ടാ അവരെ വിട്, അവർ വഴിതെറ്റി വന്നാണ്. ശരി വിട്ടേക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഒരു 20 പേരെ നിങ്ങൾ പിടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അങ്ങനെ ഉണ്ടോ? അന്ന് നോക്കട്ടെ, ഇവരെ അങ്ങോട്ട് കൊടുക്കുക. ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും. ബട്ട് കച്ചദ്വീപ് ഈസ്
ഗോൺ, ഇറ്റ്സ് അനദർ ഹിസ്റ്ററി. അത് പറയാൻ പോയാൽ ഒരുപാടുണ്ട്. ഏതായാലും അത് പോയി. പക്ഷേ ഇത് പോകാനൊന്നും പോകുന്നില്ല, ഇത് വിട്ടുകൊടുക്കാൻ പറ്റില്ല. കാരണം അന്ന് ചില പ്രഷേഴ്സിൻ്റെ പുറത്ത് ചെയ്തു പോയി എന്ന് വിചാരിച്ചിട്ട് ഇന്നും അത് ചെയ്യണമെന്നൊന്നുമില്ലല്ലോ. അതുകൊണ്ട് നോ ഡേഞ്ചർ അറ്റ് ഓൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.